ഇന്നത്തെ ഉച്ചയോടെ ഒരു പഴങ്കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസത്തെ നമ്മുടെ പിറന്നാളിൻ്റെ സദ്യയും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പഴങ്കഞ്ഞി കുടിക്കാൻ പൂതിയായിട്ട് കേട്ടോ. അങ്ങനെ ഒരു ചട്ടിയിൽ ഇതാ വെള്ളച്ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അവയിലിട്ടു, പിന്നെ മാങ്ങച്ചാറല്ല നാരങ്ങച്ചാറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിശ്ശേരി കുറച്ച് ഇട്ട് കൊടുത്തു. അങ്ങനെ എല്ലാ സംഭവങ്ങളോടും ആ സാമ്പാർ ഒരു 2-3 കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരും 2-3 ചീനിമുളകും പിന്നെ എന്താ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പിലിട്ട മാങ്ങയും എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളതിൻ്റെ മേലെ കുറച്ച് ഉപ്പും കൂടെ വിതറിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പഴങ്കഞ്ഞിയാണ് മക്കളെ. എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ച് ഞെരടാം. ഞെരടി കുറച്ച് പോയാ അന്ന് നമ്മൾ വിഷയാക്കരുത്. എന്നിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഓണം വിഷൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇങ്ങനെ നമ്മളെല്ലാം കൂടെ ഇട്ടിട്ട് ഒരു പഴങ്കഞ്ഞി കുടിക്കലുണ്ട്. അതുപോലൊരു ഫീലാണ് ഇപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഓണത്തിന് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറേ കൊതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലെടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വയറ് നിറയെ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.